വന്നിട്ടുള്ളത് ഒരു ലോങ് ട്രാവൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എവിടത്തേക്കാണെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാം. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഉപ്പാനെയും കൂട്ടിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക്, പിന്നെ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് മക്കളെയൊക്കെ കൂട്ടി ഇപ്പോൾ ഇതാ ടൗണിലെത്തിയിട്ടുണ്ട്, മാനന്തവാടി ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വിഫ്റ്റ് ബസ് പോയതിന് ശേഷമാണ് ഞങ്ങളെ ബസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയിട്ടുണ്ട്. മക്കളും ഞാനുമാണ് ഉള്ളത്, റാഷിക കൂടെ ഇല്ല. അപ്പോൾ ഒരു ലോങ് ട്രാവൽ ആയതുകൊണ്ടാണ് സ്ലീപ്പർ കോച്ചിന് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മക്കൾ പിന്നെ മോളുസും മോനുസും പിന്നെ ഇതിനു മുമ്പ് സ്ലീപ്പർ കോച്ചിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞോന് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് രാത്രി 12:30 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കൾ പിന്നെ അതിൽ കയറിയവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പകുതി എത്തിയപ്പോൾ അവിടെ നമുക്ക് ബാത്റൂം പോകാനും അതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞോനും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അവന് പഴംപൊരി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഴംപൊരി മേടിച്ചു കൊടുത്ത് അപ്പോൾ അവന് ടോയ്ലറ്റിലൊക്കെ പോയി തിരിച്ചു വന്ന്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് റാഷിയേൻ്റെ അടുത്തേക്കാണ്, ബാംഗ്ലൂരേക്കാണ് പോകുന്നത്. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പോൾ ഇതുപോലൊരു തിരക്കിട്ട് ഒരു ഇറങ്ങലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം, പിന്നെ ഒരുപാട് നമുക്ക് പിന്നെ ലഗേജൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും ഇങ്ങനെ ദൂരെ യാത്ര പോകുമ്പോൾ അല്ലേ. അപ്പോൾ ഇതെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പെട്ടെന്നുള്ളൊരു തീരുമാനം, അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഒക്കെ റെഡിയാക്കി ഇത് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നൈറ്റ് വ്യൂ ആണ്. ബാംഗ്ലൂർ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ 6:30 ആയപ്പോഴാണ് സാറ്റലൈറ്റിൽ എത്തിയത്. അപ്പോൾ എത്തുന്നതിന് മുമ്പായിട്ട് മക്കളെയൊക്കെ ഒന്ന് ഉറക്കം എണീച്ചതാണ്. കാരണം അവിടെ എത്തിയിട്ട് ഇറങ്ങാൻ നേരത്ത് വിളിച്ചാൽ അവർ എഴുന്നേൽക്കില്ലല്ലോ. അപ്പോൾ ഇതാ മോളൂസ് എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ ചേച്ചി കുഞ്ഞോനെ എടുത്തിട്ട് പോകാം. അപ്പോൾ മോനൂസിനെയും കൂടെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ പിന്നെന്താ സ്ലീപ്പർ കോച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മക്കൾക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ട് പോകാനും കഴിഞ്ഞു. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എനിക്കെന്തോ മനസ്സിലൊരു ഒരു സമാധാനമില്ല. കാരണം രാത്രിക്കും പിന്നെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഇടയ്ക്കൊന്നങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ കറക്റ്റ് അങ്ങ് ഉറക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ മദ്രസ സ്കൂളും ഒരു 3-4 ദിവസം ലീവായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോകാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ റാഷി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ മനസ്സിനൊരു ഇതുപോലെ പോകണം എന്ന് തന്നെ അങ്ങ് തോന്നിപ്പോയി. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മദ്രസ സ്കൂളില്ലാത്ത ദിവസം എൻ്റെ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ബാംഗ്ലൂരേക്ക് പോകാൻ തീരുമാനിച്ച്. ഉമ്മാക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഒരുപാട് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ആകെ ഒരു പ്രാവശ്യം ഞാൻ താമസിക്കാൻ പോയത്. അതിന് ശേഷം ഇതുവരെ പോയിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വരുന്നല്ലാതെ. അപ്പോൾ അങ്ങനെ താമസിക്കാനായിട്ട് പോയിട്ട് പിന്നെ അവിടെ നിൽക്കാതെ നേരെ ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു റാഷിയാൻ്റെ അടുത്തല്ലേ പോകുന്നത്, അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു പോക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പിന്നെ ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ. ട്രാവൽ ചെയ്തതല്ല, അവിടെ എത്തിയതിന് ശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു മനസ്സുകൊണ്ട്. പിന്നെ സ്കൂളും മദ്രസയും 2 ദിവസം ലീവായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നത്. കാരണം മക്കൾക്ക് അവിടെ എത്തിയപ്പോൾ ചുമയൊക്കെ പിടിച്ച് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഒരാഴ്ച അവിടെ നിന്ന്. ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ പോയി, പിറ്റേ ആഴ്ച വെള്ളിയാഴ്ച ഞങ്ങൾ തിരിച്ച് വരികയും ചെയ്ത്. അങ്ങനെ ഒരാഴ്ച അവിടെ നിന്ന്. അപ്പോൾ ഇതാ എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ റാഷിയാനെ കോൾ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഞങ്ങൾ ബാക്കി വിശേഷം എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ. ഇതുപോലെ കുറേ ആയി ഇപ്പം പിന്നെ ഡെയിലി വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഓരോരുത്തർ ചോദിക്കുകയായിരുന്നു പൈസ കിട്ടാൻ തുടങ്ങിയോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൈസ കിട്ടിയതിന് ശേഷം ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇടാനുള്ളൊരു നമുക്കൊരു മൂഡുണ്ടാവില്ല. അതെന്താ അറിയില്ല. അല്ലാതെ ഓരോ ദിവസം കഴിയുന്തോറും എന്താ വീഡിയോ ഇടുക എന്നുള്ളൊരു പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കാരണം എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചതുണ്ട്. എന്നിട്ടും എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു മനസ്സ് വരുന്നില്ല.
അപ്പോൾ ഇതാ ഇനി അങ്ങോട്ടേക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഞങ്ങളിതാ സാറ്റലൈറ്റ് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവർ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സാറ്റലൈറ്റ് എത്താനായപ്പം. അപ്പോൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റാഷികയൊക്കെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ പിന്നെ റാഷികേൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും 2 മക്കളും ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ മുമ്പത്തെ സീറ്റിലിരുന്നില്ല. അപ്പോൾ അങ്ങനെ റാഷികയും ഫ്രണ്ടും കൂടെ കൂട്ടാൻ വന്ന് സാറ്റലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയിൽ പോവാണ് കേട്ടോ. അവിടെ ഇറങ്ങുന്നതും അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അവിടെ എത്തി, ബാംഗ്ലൂരെത്തി. അവിടെ എത്തിയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇതാ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോവാണ് കേട്ടോ. റാഷിയാൻ്റെ ഫ്രണ്ടിൻ്റെ വീടും ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകാൻ തന്നെ പവളയും കൂടെ വിളിച്ച് അങ്ങനെ സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടെ വന്നതാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ബാംഗ്ലൂർ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ റാഷിയ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ എത്തി കുറച്ച് സമയം ഉറങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷം റാഷിയ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ മക്കളും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ഒന്ന് നാസ്ത കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇന്നെന്തായാലും അവിടെ റൂമിൽ ഉണ്ടാക്കുന്നില്ല കരുതി. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ അവിടുന്ന് കഴിച്ച് പിന്നെ ചപ്പാത്തി, അതുപോലെ പൂരി, പിന്നെ മസാല ദോശ, അങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്ക് റാഷിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ റാഷിയാൻ്റെ ഫ്രണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളെ റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ റൂമിലെത്തിയപ്പോൾ പിന്നെ മക്കളൊക്കെ എന്തൊക്കെയോ കളിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞോന് പിന്നെ ഫ്രിഡ്ജിൽ പാലുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിക്കുകയാണ്. പിന്നെ ഇതാ മക്കളൊക്കെ ഫോണിലും അങ്ങനെയൊക്കെ കളിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ എന്താ റഷ്യൻ ഷോപ്പിലുള്ള ചെക്കന്മാർ മാത്രമേ ഇരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടാവും ഇവിടെ റൂം. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ഉച്ചക്കേക്ക് പിന്നെ നെയ്ച്ചോറും ബീഫ് കറി ആക്കാനും കരുതി. അപ്പോൾ അങ്ങനെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ നമുക്ക് കിട്ടുക ബീഫ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതാ കുക്കറിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ള പരിപാടിയും കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇതാ മക്കളൊക്കെ ഫോണിൽ കളിക്കുകയാണ്. അങ്ങനെ ഇതാ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെമ്പിൽ നെയ്യും അതുപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറും കൂടെ ചെയ്യും പിന്നെ ഉണ്ടാക്കട്ടെ. അതിൻ്റെ അപ്പുറത്തായിട്ട് കുക്കറിൽ ബീഫ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റാഷിയ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾ റാഷിയാൻ്റെ കൂടെ കളിയായി. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതും പെട്ടെന്നുള്ള എന്താ പറയുക, ഒരു പ്രതീക്ഷിക്കാണ്ടുള്ളൊരു വരവായിരുന്നു. ഭയങ്കര സർപ്രൈസ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. അപ്പോൾ ഇതാ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മക്കൾക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അവർ വീണ്ടും ഒരുപാട് നേരം ഇങ്ങനെ ഫോണിൽ തന്നെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോരുത്തർ ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ മക്കളൊക്കെ കളിക്കുന്നുണ്ട്.
ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുളിയും നിസ്കാരം അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഇതാ ഞങ്ങളുടെ ഷോപ്പ് അതാട്ടോ, കപ്പ് ഓഫ് ജോയ്. അപ്പോൾ ഇതാ മഗ്‌രിബ് ആയപ്പം മക്കൾ ഷോപ്പ് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റാഷിക അവരെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നോമ്പിന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നോമ്പ് കഴിഞ്ഞ് പിറ്റേന്ന് പെരുന്നാളിനേക്ക് നാട്ടിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ ഷോപ്പിൽ പോയതിന് ശേഷം തിരിച്ച് വരുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് റഷ്യേൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സ് പിന്നെ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഇതിലൊരു ഫ്രൂട്ട് കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ റൂമിൽ പഞ്ചസാരയും അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഒന്ന് മേടിക്കാൻ പറഞ്ഞ് അപ്പോൾ അതൊക്കെ കൊണ്ടുത്തന്ന്. അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര് നോക്കുമ്പോൾ പിന്നെ എന്താ ഗ്രൗണ്ട് നെറ്റ് എന്നോ അങ്ങനെ എന്തോ കാണുന്നത്. പിന്നെ സാധാ നമ്മൾ ഈ തക്കാളിയൊക്കെ കഴിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെ ആയിരുന്നുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പം പിന്നെ സപ്പോർട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജ്യൂസൊക്കെ അടിച്ച് അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയതിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ ലോങ് ആവുന്നുണ്ട് വീഡിയോ. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ മാളിൽ പോയതും അതുപോലെ പാർക്കിൽ പോയൊക്കെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാ അല്ലാ ഇടാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.